ഹലോ എല്ലാവർക്കും പ്രേമിക് സ്റ്റുഡിയോസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. ഇത് ബ്ലെൻഡർ മീഡിയസ് എന്ന് പറയുന്ന നമ്മുടെ സീരീസിന്റെ 16ാമത്തെ എപ്പിസോഡാണ്. ഇത് ഇതിന്റെ ഫൈനൽ പാർട്ടും കൂടാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ സൈക്കിൾസിന്റെ റെൻഡറിങ് സെറ്റിങ്സും റെൻഡറിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആ ഒരു റൂമിന്റെ ഒബ്ജക്റ്റ് തിരിച്ചുകൊണ്ടതിന് ശേഷം റെൻഡർ വ്യൂയിലോട്ട് പോവാം. ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്ലെൻഡറിൽ 2 തരം റെൻഡർ എൻജിൻസ് ഉണ്ടെന്നും, ഒന്ന് സൈക്കിൾസും രണ്ടാമത്തേത് EV ആണെന്നും. EV എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെറും ഗെയിം എൻജിനാണ്. ആ ഒരു ഗെയിം എൻജിൻ ആയതുകൊണ്ട് തന്നെ അതിൽ കാൽക്കുലേഷൻ ഏറ്റവും കുറച്ച് റിയൽ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം അതിൻ്റെ അകത്തുള്ള റിസൾട്ട്സ് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്ത് റിസൾട്ട്സ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ ഒരു EV എന്ന് പറയുന്ന നമ്മുടെ റെൻഡർ എൻജിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സൈക്കിൾസിലോട്ട് വരുമ്പോൾ ഈ ഒരു എൻജിൻ ഉപയോഗിച്ച് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് എപ്പോഴും നമുക്ക് കിട്ടുന്നത്. അഥവാ ഈ ഒരു റെൻഡർ എൻജിൻ ഉപയോഗിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ VFX വർക്ക്സ് ആണ് നമ്മളിതിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റെൻഡർ എൻജിനിലൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് കിട്ടുന്നത്. റിയലിസ്റ്റിക് റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു റെൻഡർ എൻജിനിൽ ലൈറ്റ് ഫിസിക്കലി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് റിസൾട്ട്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റെൻഡർ എൻജിൻ ഉപയോഗിച്ച് റെൻഡർ ചെയ്യുമ്പോൾ ഓരോ ഫ്രെയിമിനും കുറേ അധികം സമയമെടുക്കും. ഇപ്പോൾ കാണാൻ സാധിക്കും ഈ ഒരു ഒറ്റ ഫ്രെയിമിന് വേണ്ടി തന്നെ കുറേ നേരം എടുക്കുന്നത്. നേരെ മറിച്ച് EVയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പെട്ടെന്ന് നമുക്ക് ആ ഒരു റിസൾട്ട്സ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സൈക്കിൾസിൽ നമ്മൾ റെൻഡർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട ഒരു ആളാണ് നോയ്സ്. നോയ്സ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഡീനോയ്സർ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഇമേജിൽ കണ്ടിട്ടില്ലേ ഈ ഒരു ഗ്രെയിൻസ് കണ്ടത്, ഇതിനെയാണ് നമ്മൾ ഈ ഒരു CGIയിൽ അഥവാ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ നോയ്സ് എന്ന് പറയുന്നത്. കൂടുതൽ നോയ്സ് ആവുകയാണെങ്കിൽ നമ്മുടെ ഒരു സീനിൽ, അപ്പോൾ നമ്മൾ ഈ ഒരു നോയ്സ് എപ്പോഴും കുറയ്ക്കാനാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബ്ലെൻഡറിൽ തന്നെ ഡീനോയ്സിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിൽ ഡീനോയ്സിങ് നടത്താൻ പറ്റും. അഥവാ നോയ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഡീനോയ്സിങ് നമുക്ക് 2 വഴിയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇവിടുത്തെ റെൻഡറിങ്ങിൽ വന്നിട്ട് റെൻഡർ സെറ്റിങ്സിൽ ഡീനോയ്സ് അനേബിൾ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു വഴിയുണ്ട്, അത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു സെറ്റിങ്സിലായിട്ട് നമുക്ക് പോവാം. നമ്മുടെ സൈക്കിൾസിൽ റെൻഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ സൈക്കിൾസ് ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു സിസ്റ്റമാണ് ഇതിലുള്ളത്. ഇതിൽ നമുക്ക് മുമ്പൊക്കെ ഒരു റെൻഡർ ചെയ്യുമ്പോൾ കുറേ അധികം സമയം നമുക്ക് പോകും. ഫോർ എക്സാമ്പിൾ, ഒരു സീൻ ഒരു 46 മിനിറ്റ് റെൻഡർ ചെയ്യാൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് 46 മിനിറ്റോ അതിൻ്റെ മുകളിലോ പോകും. പക്ഷേ ഈ ഒരു പുതിയ സൈക്കിൾസിൽ നമുക്കൊരു ടൈം ലിമിറ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 0 സെക്കൻഡ്സ് എന്ന് നമുക്ക് ഇവിടെ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇൻഫിനിറ്റ്. അതായത് ഈ ഒരു സീൻ എപ്പോഴാണോ റെൻഡറായി ഫുള്ളി തീരുന്നത് അതുവരെ ഇത് റെൻഡർ ആയിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ച് നമുക്ക് 3 മിനിറ്റ് എന്നോ 4 മിനിറ്റ് എന്നോ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ 3 മിനിറ്റിനോട് 4 മിനിറ്റിനോട് 3 മിനിറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മിനിമം സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടിംഗ് പ്രോസസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കൂടുതൽ സാമ്പിൾസ് ഉണ്ടെങ്കിൽ ഈ ഒരു നോയ്സിൻ്റെ ആ ഒരു പ്രസൻസ് അതിൽ കുറവായിരിക്കും. സാമ്പിൾസ് കുറവാണെങ്കിൽ നോയ്സ് കൂടുതലുമായിരിക്കും. പക്ഷെ സാമ്പിൾസ് കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ റെൻഡറിങ് ടൈം കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആ ഒരു മിനിമം സാമ്പിൾസ് 0-ൽ തന്നെ കൊടുക്കുക എന്ന് വെച്ചാൽ അതാകുമ്പോൾ സിസ്റ്റത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വാല്യൂ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഫ്രെയിമിന് 3 മിനിറ്റ് ടൈം ലിമിറ്റ് കൊടുക്കാം. ബാക്കിയെല്ലാം ഡീഫോൾട്ടായിട്ടുള്ളൊരു വാല്യൂസ് തന്നെ കിടക്കട്ടെ. അതേപോലെ നമുക്ക് മോഷൻ ബ്ലർ ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ ഡിവൈസ് GPU കമ്പ്യൂട്ട് കൊടുക്കുക. അതാകുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റെൻഡർ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ അതില്ല, അതുകൊണ്ട് CPU ആണ് കൊടുക്കുന്നത്. ഈ ഔട്ട്പുട്ട് പ്രോപ്പർട്ടീസിൽ PNG, ഈ ഒരു ഔട്ട്പുട്ട് പ്രോപ്പർട്ടീസിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്.
ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ടോപ്പിൽ കൊടുക്കാം. ഡിസൈഡ് ആയിട്ടുള്ളൊരു ഫയൽ ഫോർമാറ്റ് കൊടുക്കുക. ഇനി അതിൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഫോൾഡർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഒരു റെൻഡർ കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സീരീസ് ഈ ഒരു എപ്പിസോഡോടെ തീരുകയാണ്. ഈ സീരീസിലൂടെ നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു സീരീസ് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ ഒരു ചാനലിൽ കുറേ അധികം വീഡിയോസ് വരുന്നുണ്ട്, VFX റിലേറ്റഡ് ആയിട്ടുള്ളതും എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുണ്ട് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ Instagram ID ഫോളോ ചെയ്യുക. താങ്ക് യു.